ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് കോൺഗ്രസ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധി, ലോക്സഭയിലെ നേതാവ് ആധിർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് രാമക്ഷേത്ര ട്രസ്റ്റ് ഔദ്യോഗികമായിട്ട് ക്ഷണക്കത്ത് നൽകിയിരുന്നത്. ആ ക്ഷണക്കത്ത് നിരസിച്ചുകൊണ്ട് ബഹുമാനപൂർവ്വം നിരസിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ വാർത്താക്കുറിപ്പിലുള്ളത്. ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്, BJPയുടെയും RSSൻ്റെയും പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് ഇപ്പോൾ നടക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങ്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങളത് നിരസിക്കുന്നു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. നമുക്കൊപ്പം ഉള്ളത് സീനിയർ മാധ്യമപ്രവർത്തകൻ KJ ജേക്കബാണ്. വലിയ വിമർശനം, ഈ ക്ഷണമുണ്ടായതിന് ശേഷം കോൺഗ്രസ് ഒരു നിലപാടെടുക്കാത്തതിനെ ചൊല്ലി വലിയ വിമർശനം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ വലിയ വിമർശനം താങ്കൾ തന്നെ ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. കോൺഗ്രസ് അത് മുതിർന്ന 3 നേതാക്കൾക്ക് ലഭിച്ച ക്ഷണം നിരസിക്കുകയാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നു. ആശയക്കുഴപ്പം നീങ്ങിയോ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് രാജീവ്, CPM അതിന് കിട്ടിയ ക്ഷണം നിരസിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന അത് ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾ ഈ കോൺഗ്രസിന്റെ കാര്യം ചർച്ച ചെയ്തത്. അന്ന് അവർ പറഞ്ഞിരുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ കൃത്യമായിരുന്നു. മനുഷ്യരുടെ വിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രോജക്റ്റാണ്, ഞങ്ങൾ അതിലേക്കില്ല. ഇന്നലെ കോൺഗ്രസിന്റെ ഈ പ്രസ്താവന കേട്ടപ്പം എനിക്ക് വളരെയേറെ ആശ്വാസം, പിന്നെ അത് കഴിഞ്ഞ് കുറെ സന്തോഷവും തോന്നി. കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. ഇത് ഈ ഇന്നലത്തെ രാഷ്ട്രീയ പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ കാര്യത്തിൽ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിഞ്ഞുകളിയുടെ അവസാനം. ഇത് കോൺഗ്രസ് നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ സെക്യുലർ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുത്ത ഒരു ചരിത്രം കോൺഗ്രസിന് ഉണ്ട്. ആ പാപം കോൺഗ്രസ് ഏകദേശം ഇതോടുകൂടി മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ്, അത് CPMന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ഏകദേശം അതേ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇതൊരു RSS BJP പ്രോജക്റ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് അതാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും ക്ഷേത്രം പണിയാം, വിശ്വാസികൾക്ക് ക്ഷേത്രം പണിയാം, അതിന് ആവശ്യമായ പെർമിഷനുകളുണ്ടെങ്കിൽ ആർക്കും ക്ഷേത്രം പണിയാം, ആർക്കും ക്ഷേത്രത്തിൽ പോകാം, ആരുടെ പേരിലും ക്ഷേത്രം പണിയാം. ഇതാണ് സുപ്രീം കോടതി സാങ്ഷൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. പക്ഷേ ഈ പ്രോജക്റ്റിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്നലെ കോൺഗ്രസ് പറഞ്ഞു. ഇതൊരു RSS BJP പ്രോജക്റ്റാണ്, ഇതൊരു ഹിന്ദുമത പ്രോജക്റ്റ് അല്ല എന്നുള്ളത് ഈ രാജ്യത്തെ മതനിരപേക്ഷ മനുഷ്യർ എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തുടങ്ങിയ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊരു വർഗീയ പ്രോജക്റ്റാണ് എന്നുള്ളത്. ഇത് ശ്രീരാമ ഭക്തന്മാരുടെ മാത്രം, അത് ശ്രീരാമ ഭക്തന്മാരായിരുന്ന മനുഷ്യർ രാഷ്ട്രീയത്തെ വർഗീയതയിൽ നിന്ന് മാറി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന എല്ലാ മനുഷ്യരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇതൊരു വർഗീയ പ്രോജക്റ്റാണ്, ഇതൊരു RSS BJP പ്രോജക്റ്റാണ്, ഇതൊരു ഹിന്ദുത്വ പ്രോജക്റ്റാണ്, ഇതൊരു ഹിന്ദു മതത്തിന്റെ പ്രോജക്റ്റോ ഹിന്ദുമത വിശ്വാസികളുടെ പ്രോജക്റ്റോ അല്ല, ഇത് RSS BJPയുടെ ഒരു രാഷ്ട്രീയ പ്രോജക്റ്റാണ് എന്നുള്ളത് എത്രയോ കാലമായി ഈ നാട്ടിലെ ഹിന്ദുക്കളായ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ അത് കോൺഗ്രസ് അത് ഉറപ്പിച്ചു പറഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റത്തെ ആശ്വാസത്തോടു കൂടി ഞാൻ ഇതിനെ കാണുന്നു. ഇതിപ്പോ കോൺഗ്രസിനെതിരെ വരാൻ വേണ്ടി പോകുന്ന വലിയ വിമർശനങ്ങൾ അത് തുടങ്ങിയിട്ടുണ്ട്. ഞാനതിനെ ശരിക്കും സ്വാഗതം ചെയ്യുകയാണ്. കാരണം എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി, അതും കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, നമ്മൾ അന്ന് പറഞ്ഞത് ഇതാണ്. ഇന്ത്യയിലെ കശ്മീർ തുടങ്ങി കന്യാകുമാരി വരെ, ഗുജറാത്ത് തുടങ്ങി അരുണാചൽ പ്രദേശ് വരെയുള്ള ഗ്രാമങ്ങളിൽ എല്ലാം ഒരു കോൺഗ്രസ്സുകാരൻ കാണും. ആ കോൺഗ്രസ്സുകാരന്റെ നിലപാടായിട്ട് നമ്മൾ ഇതിനെ കാണണം. ആ നിലപാട് എന്നുള്ളത് അയോധ്യയിലെ ഇപ്പോൾ പണിതിരിക്കുന്ന ഈ ക്ഷേത്രം എന്നുള്ളത് അതൊരു രാഷ്ട്രീയ പ്രോജക്റ്റാണ്, അതൊരു ഹിന്ദുമത പ്രോജക്റ്റ് അല്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ നിലപാടിൽ എത്തിപ്പെടാനുള്ള ഒരു കാരണം ഹിന്ദുമതത്തിലെ പ്രധാന ആചാര്യന്മാരായിട്ട് 4 ശങ്കരാചാര്യന്മാരും ഈ പ്രോജക്റ്റിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷെ വിശ്വാസികളായവരെല്ലാവരും രാമക്ഷേത്രത്തിൽ എത്തണം, അയോധ്യയിൽ എത്തണം എന്നൊരു നിലപാട് നാട്ടിലെ ഹിന്ദുക്കൾക്കില്ല എന്നുള്ളത് ഇതോടുകൂടി വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നൽകി അതിലത്ത് വിശ്വാസികളായ കോൺഗ്രസ്സുകാർ രാമക്ഷേത്രത്തിൽ പോകുന്നതിന് കോൺഗ്രസ് എതിർപ്പില്ല. CPM പോലും അതിനെ എതിർത്തിട്ടില്ല. CPM പോലും പറഞ്ഞത് വിശ്വാസം എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും കാര്യമാണ്. പക്ഷെ ഈ ക്ഷേത്രം
ഈ ഉദ്ഘാടനം ഇത് രാഷ്ട്രീയ പ്രോജക്റ്റാണ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വന്നു എന്നുള്ളത് വളരെയേറെ ആശ്വാസത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കാണും. ഇത് താങ്കൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇതൊരു വളരെ സുപ്രധാനമായൊരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഈ നിലപാടെടുക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പ് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 കോൺഗ്രസ്സിന് വലിയ പരാജയമുണ്ടായിരിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിൽ ഒന്ന് ഇതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം ഹിന്ദുത്വ പാർട്ടികളെ സംബന്ധിച്ച്, ഹിന്ദുത്വ കക്ഷികളെ സംബന്ധിച്ച് ഇതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതങ്ങനെ ആയിരിക്കെ ആൻറ്റി ഹിന്ദു എന്ന ആരോപണം BJP സംഘപരിവാർ ശക്തികളിൽ നിന്ന് ശക്തമായി ഉണ്ടാകും എന്ന ഉറപ്പുണ്ടായിരിക്കെ ആണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അത് എത്രത്തോളം സങ്കീർണമായ ഒരു ഡിസിഷനാണ്. ആ ഡിസിഷൻ കോൺഗ്രസിനെ ഈ ഹിന്ദുത്വ ശക്തികൾ പറയുന്നത് പോലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ നയിക്കുമോ? അത് സങ്കീർണം എന്നുള്ളത് ഞാൻ അതിനെ ഏറ്റവും ലളിതം എന്നാണ് കാണുന്നത്. കോൺഗ്രസ് ഇതിന് വളരെ എളുപ്പം ഇതിനെ വിശദീകരിക്കാം. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ അജണ്ടയിലുള്ളത് നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ്. മതവിശ്വാസികളുടെ പ്രശ്നം എന്നുള്ളത് ഒരു സർക്കാരിന്റെ പ്രശ്നം. അത് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു സർക്കാരുമായിട്ടുള്ള പ്രശ്നം, നിയമപ്രശ്നം, അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ജീവൽ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അകത്തുള്ള കോൺഗ്രസ് രക്ഷപ്പെട്ട അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്, ഇതിപ്പോ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഈ പ്രോജക്റ്റിൽ പോയി എന്ന് വിചാരിക്കുക, ഇതൊരു മൊത്തം എല്ലാവരുടെയും പ്രോജക്റ്റായിട്ട് മാറും. അപ്പൊ ആ പ്രോജക്റ്റിന് മുമ്പിൽ നിൽക്കുന്നത് വളരെ നാച്ചുറലി BJP ആണ്. അവിടെ കോൺഗ്രസിന് അവിടെ 2ാം സ്ഥാനവും 3ാം സ്ഥാനമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറയുമ്പം ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് BJPയോട് കോൺഗ്രസ് പറയുമ്പം ഞങ്ങളതിലില്ല എന്ന് കോൺഗ്രസ് പറയുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഹിന്ദുവിരുദ്ധതയുടെ പ്രശ്നമില്ല. ഹിന്ദുവിരുദ്ധതയാണെങ്കിൽ ശങ്കരാചാര്യന്മാരെല്ലാം ഹിന്ദുവിരുദ്ധരാണല്ലോ. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ശങ്കരാചാര്യന്മാർ പറയുമ്പം അവർ ഹിന്ദുവിരുദ്ധരാകണമല്ലോ. അപ്പൊ ഇത് ഹിന്ദുവിരുദ്ധതയുടെ പ്രശ്നമല്ല. ഇത് എല്ലാ ഇന്ത്യക്കാരുടെയും എന്ന മട്ടിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇതൊരു RSS BJP പ്രോജക്റ്റാണ്. നിങ്ങൾ അത് അങ്ങനെ തന്നെ ആഘോഷിക്കൂ. ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ട എന്ന് ആരും പറഞ്ഞില്ല, കോൺഗ്രസ് പറഞ്ഞില്ല. ഈ ക്ഷേത്രം നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞില്ല. പ്രധാനമന്ത്രിയാണ് അതിന്റെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പോകുന്നത്. പോകരുത് എന്നല്ല കോൺഗ്രസ് പറഞ്ഞത്. നിങ്ങളുടെ പ്രോജക്റ്റാണ്, RSS BJPയുടെ പ്രോജക്റ്റാണ്. പ്രധാനമന്ത്രിക്ക് പോകാം, സർസംഘചാലകർക്ക് പോകാം, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആൾക്കാർക്ക് പോകാം, കേരളത്തിന് NSSന് ജനറൽ സെക്രട്ടറിക്ക് പോകാം, ആർക്ക് വേണമെങ്കിലും പോകാം. RSS പ്രോജക്റ്റിനോട് താല്പര്യമുള്ള ആർക്കും പോകാം. ഞങ്ങളതിലില്ല. ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും RSS ആകണമെന്നുള്ള വാശിയൊന്നും വെക്കാൻ RSSനോ കേന്ദ്ര സർക്കാരിനോ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് RSSന്റെ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങളില്ല എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു നിലപാട് മാത്രമേ കോൺഗ്രസ് എടുത്തുള്ളൂ. കോൺഗ്രസ് അത് മാത്രമേ വിശദീകരിക്കേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശദീകരണവും കോൺഗ്രസ് ആർക്കും കൊടുക്കേണ്ടതില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് വിശദീകരണമാണ് കൊടുക്കേണ്ടത്? അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശദീകരണവും കോൺഗ്രസിന് കൊടുക്കേണ്ടതില്ല. ഈ പ്രോജക്റ്റ് എന്താണ് എന്ന് നിങ്ങൾ പറയുന്നു, ഇത് ഹിന്ദുമത വിശ്വാസികളുടേതാണെന്ന്. ഞങ്ങൾ പറയുന്നത് ഇത് RSS BJPയുടെ പ്രോജക്റ്റാണ് എന്നുള്ളത്. RSS BJPയുടെ കോൺഗ്രസിന്റെ AICC ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനത്തിന് RSSകാരൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണോ വേണ്ടയോ എന്നുള്ളത് RSSകാർക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ലേ? അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കലേ നടക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിന്റെ അകത്തുള്ള രാജീവ് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് എന്ത് പറഞ്ഞ് ആൾക്കാരെ സമീപിക്കും. ഇതിന്റെ അകത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയും. ഇതൊരു നെസസറി കണ്ടീഷനാണ്, സഫീഷ്യന്റ് കണ്ടീഷൻ ആകുന്നില്ല. നെസസറി കണ്ടീഷൻ എന്നുള്ളത്, ഞങ്ങളൊരു സെക്കുലർ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ രാജ്യം ഒരു സെക്കുലർ രാജ്യമാണ്. അത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയതല്ല. നമ്മൾ മതത്തിന്റെ പേരിൽ പിരിഞ്ഞ ഒരു രാജ്യത്തിന്റെ ബാക്കി വെച്ച് അതിന്റെ പുരോഗതിയിലേക്ക് നടത്തിയ പാരമ്പര്യത്തിന്റെ ബലത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് പറയുന്നത് എന്ന് കോൺഗ്രസിന് എപ്പോഴും പറയാവുന്നതേ ഉള്ളൂ. ഈ രാജ്യത്തെ 80% ഹിന്ദുക്കളെ ഒരുമിച്ച് കൂട്ടി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മുൻപോട്ട് നടത്തിയവരാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചു എന്ന് കോൺഗ്രസ് ഈ എന്ന് പറയുമ്പോൾ ഈ സെക്യുലറിസം എന്ന് പറയുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഡിഫൻസീവ് ആകാതിരുന്നാൽ മതി. ഇത് ഇപ്പം നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പം 4ാമത്തെ പ്രാവശ്യം ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നു. എങ്ങനെയാണ് അവർ വരുന്നത്?
അവിടെയുള്ള മുഴുവൻ വർഗീയവാദികളെ മൂലക്കിരുത്തിക്കൊണ്ടാണ് അവർ മൂന്നാമത് വരുന്നത്. ബംഗ്ലാദേശ് ഓരോ നിമിഷവും സാമ്പത്തികമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയവാദത്തിന് സ്പേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം കുട്ടിച്ചോറാകും എന്നുള്ളത് നമ്മുടെ പാകിസ്ഥാൻ എടുത്താലും ബംഗ്ലാദേശ് എടുത്താലും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ശ്രീലങ്ക എടുത്താൽ ശ്രീലങ്കയിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. ശ്രീലങ്കയിലെ ബുദ്ധമതക്കാർ അവിടുത്തെ തമിഴന്മാരോട് കാണിച്ച ക്രൂരതയുടെ ഭാഗമായിട്ട് ആ രാജ്യം അത് തീരാറായി. ആ രാജ്യം ഓൾമോസ്റ്റ് ഡിഫോൾട്ടിന്റെ വക്കിലെത്തി. ഇന്ത്യ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് സെക്യുലർ, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പ്രധാനമന്ത്രി പറയുന്ന പക്ഷെ പ്രവർത്തിക്കാത്ത സബ്കെ സാത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയ, സബ്കെ സാത്ത്, അത് മാത്രം കോൺഗ്രസ് വിശദീകരിച്ചാൽ മതി. അപ്പൊ കോൺഗ്രസിന് നെസസറി കണ്ടീഷൻ എന്നുള്ളത് ഞങ്ങളൊരു സെക്യുലർ പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷെ സഫീഷ്യന്റ് കണ്ടീഷൻ എന്നുള്ളത് അത് ഇനിയും കോൺഗ്രസ് അതിന്റെ പുറത്ത് വർക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ പറഞ്ഞിരുന്നത്, അവർ നാട്ടുകാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ സംഭവിച്ചു, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് എവിടെയാണ് എന്ന് പറയാനുള്ള കാരണം അത് കോൺഗ്രസ് മനുഷ്യരുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ച വളരെ വേഗത്തിൽ, ഞാൻ സാധാരണഗതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ആശങ്ക എന്നുള്ളത് സീറ്റ് ചർച്ച മാത്രം പോരാ, അതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പദ്ധതിയുടെ ആവശ്യമുണ്ട്. അതിൽ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് റിപ്പോർട്ടുകളൊന്നും കിട്ടുന്നില്ല. പക്ഷെ ചർച്ചകൾ വളരെ ഗംഭീരമായി നടക്കുന്നു. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയമായ രീതിയിൽ കോൺഗ്രസ് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി നീക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് ഒരു നെസസറി കണ്ടീഷൻ എന്ന നിലയ്ക്ക്, ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയം തിരിച്ചു പിടിച്ചു എന്ന് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയും. അത് മനുഷ്യരോട് വിശദീകരിക്കാനുള്ള കഴിവ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടെങ്കിൽ, അത് മനസ്സിലാവാത്ത മനുഷ്യരൊന്നും അല്ല ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ട് സെക്യുലർ രാഷ്ട്രീയത്തിൽ മാത്രമേ ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാവൂ എന്നുള്ളത് മനസ്സിലാകാത്ത മനുഷ്യരൊന്നും അല്ല ഇന്ത്യയിലുള്ളത്. അങ്ങനെയുള്ളവരല്ല എങ്കിൽ ഇന്ത്യയിലെ മനുഷ്യരിൽ 80% വരുന്ന ഹിന്ദുക്കളിൽ അവരിൽ ഭൂരിപക്ഷം ആളുകളും വർഗീയവാദികളായാൽ കോൺഗ്രസ് ആ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടില്ലല്ലോ. അതിന്റെ ഗുണം മുഴുവൻ BJPക്ക് കിട്ടുന്നല്ലാതെ കോൺഗ്രസിന് എന്ത് ഗുണം കിട്ടും? ഞങ്ങളവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് വോട്ട് കൊടുത്താൽ മതി എന്നല്ല ഈ പറയുന്ന. ഈ 80% ഹിന്ദുക്കളിലെ ഭൂരിഭാഗം വർഗീയവാദികളാണെങ്കിൽ അവർ BJPക്ക് വോട്ട് ചെയ്താൽ മതിയല്ലോ. അവരിലെ സെക്യുലർ മനുഷ്യരെ, അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തിയത്. അവരോട് കോൺഗ്രസിന് നേരെ നിന്ന് വോട്ട് ചോദിക്കാം. ഈ രാജ്യത്തെ സെക്യുലറായ ഹിന്ദുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഗ്രസിന്റെ സ്പേസ് ആ പാർട്ടി തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതാണ്. അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഈ രാജ്യം സെക്യുലറായി നിൽക്കുന്നത്, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ സെക്യുലറാണ് എന്നുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള കാര്യം. ആ മനുഷ്യര്, സെക്യുലറായിട്ടുള്ള ഇന്ത്യൻ ജനതയുടെ ഏറ്റവും വലിയ വിഭാഗത്തോട് സംസാരിക്കാനുള്ള ധാർമ്മികമായ അധികാരം കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ബലത്തിലാണെങ്കിൽ പോലും ഈ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ 1949 മുതൽ ഇങ്ങോട്ട് 1992 വരെ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, അത് ഹിന്ദുത്വ ശക്തികളെ സഹായിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതിൽ കുറേയൊക്കെ വസ്തുതയുമുണ്ട്. അപ്പോൾ ഇത്തരം നിലപാടുകളിൽ നിന്ന് മാറി ഉറച്ചൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതിന് തെളിവായിട്ട് ഇതിനെ കാണാമോ? കോൺഗ്രസിന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസ് നേതാവിന്റെ ഒരു കയ്യൊപ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഖാർഗെ ചെറിയ നേതാവല്ല, വളരെ 80-81 വയസ്സുണ്ട്, ദളിത് നേതാവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയം തുടങ്ങിയ ആളായിരിക്കണം ഖാർഗെ. അന്ന് തുടങ്ങി ഇന്നോളം ഇത്രയും ദീർഘമായ പാരമ്പര്യമുള്ള ഒരു ദളിത് നേതാവ് നമ്മുടെ നാട്ടിലില്ല. ഇത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ദളിത് നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ അധികമില്ല, ഫ്രണ്ട് ലൈനിൽ ഇല്ല. അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കോ രാഹുൽ ഗാന്ധിക്കോ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനേക്കാൾ കൂടുതൽ അടിസ്ഥാനപരമായ ഒരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യത ഞാനതിൽ കാണുന്നുണ്ട്. നമ്മളിപ്പം കോൺഗ്രസ് അതിന് ചരിത്രപരമായ തെറ്റുകളിലേക്ക് പോയി അത് തിരുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു സാങ്കത്യം ഇപ്പോഴില്ല. അത് കോൺഗ്രസ്സുകാർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ കോൺഗ്രസ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊക്കെ ആവശ്യപ്പെടുക, കോൺഗ്രസ് അതിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പലപ്പോഴും ഇപ്പോൾ ഇതുപോലെ സന്നിഗ്ധാവസ്ഥകളിലൊക്കെ കോൺഗ്രസ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പം അവിടുത്തെ പൂട്ടുകൾ തുറന്നു കൊടുക്കുന്ന അവസ്ഥയായാലും ശരി,
അവിടുത്തെ ബാബറി മസ്ജിദ് പൊളിക്കുന്നത് സംഭവത്തിന് നോക്കി നിന്നപ്പോഴായാലും ശരി, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ശക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോൺഗ്രസ് അതിനെ എതിർക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അതിനൊപ്പമാണ് എന്ന് വരുമ്പോൾ, ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന RSS BJP പ്രോജക്റ്റിനെ കോൺഗ്രസ് കൂടി ഓണപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കോൺഗ്രസ് കൂടി ഓണപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സെക്കുലർ മനുഷ്യർ കൂടി അത് ഓണപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു RSS BJP പ്രോജക്റ്റിനെ ഒരു നാഷണൽ പ്രോജക്റ്റ് ആക്കി മാറ്റുന്നതിൽ നെഹ്റുവിന് ശേഷമുള്ള കോൺഗ്രസ്, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കോൺഗ്രസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് ഇപ്പൊ കഴിഞ്ഞ മധ്യപ്രദേശ് ഇലക്ഷൻ കമൽനാഥിനെ പോലെയുള്ളവർ വരെ എടുത്തുകൊണ്ടിരുന്ന ഒരു പങ്കാണ്. ആ പങ്ക് അത് വലിയ വലിയ ഡാമേജ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സെക്യുലർ എന്ന് പറയുന്നത് ഇത് കുറച്ച് മതന്യൂനപക്ഷങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല, അത് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. അപ്പോൾ ആ സെക്യുലർ രാഷ്ട്രീയത്തിന് കിട്ടിയ ആഘാതത്തിൽ കോൺഗ്രസിന്റെ പങ്കായിരുന്നു ഈ RSS BJP പ്രോജക്റ്റിന് കോൺഗ്രസ് മൗനാനുവാദം കൊടുക്കുക എന്നത്. നമ്മൾ ഈ പർട്ടിക്കുലർ സന്ദർഭത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രോജക്റ്റിന്റെ ഫ്രൂഷൻ, നമുക്ക് പണ്ട് കഥയിൽ പറയുന്ന പോലെ ഇന്നലെ കിലുക്കണം എന്ന് നമുക്ക് കോൺഗ്രസിനോട് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. ഈ ചരിത്ര സന്ദർഭത്തിൽ ഞങ്ങൾ ഈ RSS BJP പ്രോജക്റ്റിനൊപ്പം ഇല്ല എന്ന് പറയുമ്പം നമ്മൾ അവിടെ നിന്ന് അതിനെ കാണണം. ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്. ഇത് ബാബറി മസ്ജിദ് പൊളിച്ചത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളതിനെ കുറിച്ച് അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന നമ്മുടെ രാജ്യം മഹാത്മാഗാന്ധിക്ക് ശേഷം കണ്ട ഏറ്റവും ദുരന്തമായ സംഭവമാണ് എന്ന് അന്നത്തെ ഉപരാഷ്ട്രപതി KR നാരായണൻ പറഞ്ഞത് മുതൽ ഇതൊരു എഗ്രേരിയസ് ക്രൈം എന്ന് വിശേഷിപ്പിച്ച സുപ്രീം കോടതി നിലപാടടക്കം അവിടെ നിൽക്കുന്നുണ്ട്. അത് ചരിത്രം വെച്ച് നമ്മൾ അതിൽ വീണ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതകൾ മുഴുവൻ പൊളിഞ്ഞുപോയ ആ ചരിത്രം അവിടെ അതേപടി കിടക്കുന്നുണ്ട്. അതിനെ ഒന്നും നമ്മൾ നിഷേധിച്ചുകൊണ്ടല്ല കോൺഗ്രസിന്റെ ഈ നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പൊ കോൺഗ്രസ്, ഇപ്പൊ നമ്മൾ പത്രമാധ്യമങ്ങൾ നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് രാമക്ഷേത്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളിന്റെ ഒരു കുത്തൊഴുക്കായിരിക്കും ഇനി ഇപ്പൊ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ വരാൻ വേണ്ടി പോകുന്നു. അത്തരം ഒരു സന്ദർഭത്തിൽ ഞങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇടത്തെ കൈകൊണ്ട് സഹായിക്കുന്നതിന് വരെ ഞങ്ങളുടേതല്ല എന്ന് പറയാൻ കോൺഗ്രസ് ഒരു ആർജവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോഴത്തെ ഇന്ത്യ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. അതിന്റെ അർത്ഥം നമ്മൾ ചരിത്രം മറക്കുന്നു എന്നല്ല. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് എന്നുള്ള ചരിത്ര വസ്തുത അവിടെ കിടക്കുന്നുണ്ട്. അതിൽ വന്ന സുപ്രീം കോടതി വിധി അങ്ങേയറ്റം അനീതിയാണെന്ന് വിശ്വസിക്കുന്ന വളരെയധികം മനുഷ്യരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആ പ്രോജക്റ്റ് ഒരു RSS BJP പ്രോജക്റ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറായി എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിലെ ഏറ്റവും വലിയ കാര്യം. അതാണ് അതിന്റെ കോൺഗ്രസിന്റെ ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്, BJP RSSന്റെ ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്, ബാബറി മസ്ജിദിന്റെ ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോഴും ഇപ്പോൾ അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം RSS BJP പ്രോജക്റ്റാണ് എന്ന് ഇന്ത്യക്കാരോട് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി എന്നുള്ളത്, കോൺഗ്രസ് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഈ ചരിത്ര നിമിഷത്തിൽ കാണുന്നത്. അതിന്റെ പ്രത്യാഘാതം ഉണ്ട്. അതിൽ ഉറപ്പായിട്ടും കോൺഗ്രസ് അത് വിശദീകരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് കോൺഗ്രസ് വിശദീകരിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ് അവിടെ അയോധ്യയിൽ പോയി ഈ RSS BJP പ്രോജക്റ്റിന് കൈകൊട്ടി നിൽക്കുമ്പോൾ അതെങ്ങനെ വിശദീകരിക്കുന്നോ അതിനേക്കാൾ എളുപ്പത്തിൽ, അതിനേക്കാൾ ധാർമ്മികമായി, അതിനേക്കാൾ നെഞ്ചുറപ്പോടുകൂടി കോൺഗ്രസിന്റെ ഈ നിലപാട് വിശദീകരിക്കാൻ കോൺഗ്രസിന് പറ്റും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. റൈറ്റ്. വളരെ നന്ദി ശ്രീ KJ ജേക്കബ് ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.